അതിമനോഹരമായ ഈ കാഴ്ച എവിടെയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ഇന്ന് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്കാണ്. നമ്മൾ നേരെ പോകുകയാണ് തോട്ടിലേക്ക്. സാധാരണ നാട്ടുപുറത്തിൽ മലയാളം മൊത്തം ഓടുന്നില്ലേ? എന്തേ ഓടിക്കോ? എങ്ങോട്ടാ പോകുന്നത്? വളരെ മോശമായി കുറച്ച് ഹൈറ്റൊക്കെ ആയിട്ട് പറ. ഹൈറ്റൊക്കെ ആയിട്ട് ഞാൻ പറയണോ? നമ്മൾ നേരെ പോകുകയാണ് തോട്ടിലേക്ക്. സാധാരണ നാട്ടുപുറത്തിൽ മലയാളം മൊത്തം ഫ്ലോ കളയണ്ട, പറഞ്ഞോ. കട്ടാക്ക പറഞ്ഞോ. സാധാരണ നാട്ടുമ്പുറത്ത് കണ്ടുവരുന്നതിനെക്കാട്ടി മികച്ചൊരു തോടാണ് ഇത്. പറ അങ്ങനെ പറയാൻ കാരണം വീതി അതാ പ്രത്യേകത. അറിയപ്പെടുന്നത് ഇത് കൂട്ടത്തിൽ ഏറ്റവും വിവരമില്ല അല്ലേ? എന്തെങ്ങനെ കൂട്ടത്തിലൊരാളുണ്ടായിട്ട് എവിടെ കൂട്ടത്തിലുള്ള ആൾ? ഹായ് ഗൈസ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടായിരുന്നു, നമ്മളൊരു സാഹസിക യാത്ര നടത്തിയായിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതും ഇതുപോലെ തന്നെ ഒരു ഫുൾ ലെങ്ത് വീഡിയോ ഇടണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് യൂട്യൂബ് എല്ലാ വീഡിയോ ഒന്നും അക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് വീഡിയോ ഫുൾ വീഡിയോ ആയിട്ട് ഇടാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞങ്ങളത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതുപോലെ തന്നെ മറ്റൊരു മനോഹരമായ അല്ലെങ്കിൽ ഒരു സാഹസിക യാത്ര തന്നെ വേണമെങ്കിൽ പറയാം. അതിമനോഹരമായൊരു തോട് എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. മാത്രമല്ല കുറച്ച് ഡേഞ്ചർ വന്നു. അതുകൊണ്ട് തന്നെ മറ്റാരെങ്കിലും ഇങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ, ഒന്നത് അറിയാത്ത ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ശ്രദ്ധിക്കണം. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന എല്ലാ ദിവസവും അമ്മയുടെയും അച്ഛൻ്റെയും വഴക്കോ അല്ലെങ്കിൽ അവർ അന്വേഷിച്ച് വരുന്നത് പതിവാണ്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയുകയില്ല. അത്രയ്ക്ക് ഒരു രസമാണ്. അത് നിങ്ങളിപ്പോൾ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളിവിടെ വന്നാൽ അത് നിങ്ങൾക്ക് ശരിക്കും അനുഭവപ്പെടും. സാധാരണ നമ്മൾ കാണപ്പെടുന്ന ഒരു വെള്ളച്ചാട്ടം പോലെയല്ല ഇത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഒരു അമ്യൂസ്മെന്റ് പാർക്കൊക്കെ പോലെ. നമ്മളെല്ലാവരും നേരത്തെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മളെല്ലാവരും ഇതിനെ വിളിക്കുന്നത് ചെറുപ്പത്തിലെ വീഗാലാൻഡ് എന്നാണ്. അത് നമുക്കൊരു ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു തോടാണിത്. നടു ശരിക്കും ഇന്നൊരു വ്ളോഗ് എടുക്കണം എന്നൊരു ഐഡിയ മനസ്സിലുണ്ടായിട്ടേ ഇല്ല. കൂട്ടത്തിലെല്ലാവരും പറഞ്ഞുകൊണ്ടാണ് പിന്നെ ലാസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ ഒട്ടും പ്രിപ്പയർ അല്ല. ഉള്ള സെറ്റപ്പ് വെച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരുവാണ്. ഇതിനാണെങ്കിൽ ചാർജും ഇല്ല. എങ്കിലും ഇവിടെ കാണാൻ പറ്റിയ വ്യൂ ഏറ്റവും മാക്സിമം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണോ നിങ്ങൾ പറഞ്ഞ തോട്? ഇതാണ് തോട് അല്ലേ? അപ്പം ഞങ്ങൾ എല്ലാവരും തന്നെ അതിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പം നിങ്ങളും കൊടുത്തിട്ടുണ്ടാവാം. ഇപ്പം നിങ്ങൾക്ക് ആ ഒരു ശബ്ദം കേട്ട് തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? അപ്പം നമുക്കത് കണ്ടാലോ? ബാ, നമ്മൾ തനിച്ചല്ല കേട്ടാ, നമ്മുടെ നാട്ടിലൊരു ഷാറുഖ് ഖാൻ കൂടി ഉണ്ട്. ഒന്നിച്ച് കാണാം. അതുപോലെ തന്നെ നമുക്ക് തോട്ടിൽ നല്ലൊരു തേങ്ങ കിട്ടിയിട്ടുണ്ട്. നല്ലതാണത് പൊട്ടിച്ചാലേ അറിയൂ. അപ്പം നമുക്കത് പൊട്ടിച്ച് നോക്കാം. തോട്ടിലൊക്കെ വന്നൊരു തേങ്ങയൊക്കെ പൊട്ടിച്ച് തിന്നുമ്പോൾ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ നല്ല സ്കൂൾ ടൈം പണ്ട്. തേങ്ങയും പുളിയും ചക്കയും എല്ലാം ഇതുവഴി വരും, ഒന്നിനൊരു ക്ഷാമമില്ല. അപ്പോൾ ഏട്ടൻ നൈസായിട്ട് ഒന്ന് കിട്ടിയിട്ടുണ്ട്, പൊട്ടിക്കുന്നുണ്ട്. അപ്പം നോക്കാം, നല്ലതാണെങ്കിൽ പൊളിക്കാം നമുക്ക്. ഇതാ നോക്ക്, നിങ്ങൾ തന്നെ പറ, ഇത്ര നേരം ഞാൻ പറഞ്ഞത് വെറുതെ ആണോ? എൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു മനോഹാരിത. ശരിക്കും അത്ര സൂപ്പർ തന്നെ പറയാം.
ഇതപ്പോൾ വടക്കന ദൗത്യമെല്ലാം കഴിഞ്ഞ് തേങ്ങയെല്ലാം അടിപൊളി കത്തിയും കൊണ്ട് കൊത്തി വൃത്തിയാക്കുന്ന കണക്ക് വൃത്തിയാക്കി കൊണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ചെയ്യാണ്ടിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് നല്ലൊരു തേങ്ങ കിട്ടിയിട്ടുണ്ട് വെള്ളത്തിൽ നിന്ന്. പൊട്ടിച്ചെല്ലാം കൂടി പോവല്ലേ. കളഞ്ഞ കള്ളൻ. വെള്ളം 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 തേങ്ങ വെള്ളേ. അതാ ഇപ്പൊ നമ്മ തേങ്ങയിൽ നിന്ന് റെഡി ആയിട്ടുണ്ട് വെള്ളത്തിൽ ചാടാൻ വേണ്ടി. നിങ്ങൾ റെഡിയാണെങ്കിൽ വേഗം വേഗം വാ. ഇവരെ കൊണ്ട് സാധിക്കുക നോക്കണ്ടേ? ഇങ്ങോട്ടേക്ക് വലിഞ്ഞ് കയറാൻ പോവാന്ന് പറ്റുമോ? ഒരു വർഷം കൊണ്ടാ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫുള്ളായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറി കാണിച്ചു തരാം. നമ്മുടെ കയ്യിൽ ഡ്രോണൊന്നുമില്ല, അതുകൊണ്ട് നേരെ മേലെ പോയിട്ട് ഇതിൻ്റെ ഫുൾ ലെങ്ത്തായിട്ട് ഞാൻ കാണിച്ചു തരാം. നോക്ക്, ഇതാണ് നമ്മൾ പറഞ്ഞ ആ വീഗാലാൻഡ്. ചില നേരത്തൊക്കെ ഞാൻ തന്നെ ആയിരിക്കും ഇതിൻ്റെ ഡ്രോണും എല്ലാം. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇതിനടുത്തൊക്കെ ആണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യണ്ട, ഒരിക്കലെങ്കിലും വന്ന് എക്സ്പ്ലോർ ചെയ്യണം. അത്ര സൂപ്പറാണ്. പക്ഷേ ഇതിൻ്റെ മുകളിലേക്കൊന്നും വലിഞ്ഞ് കയറാൻ നിൽക്കാൻ പാടില്ല, കാരണം കുറച്ച് ഡേഞ്ചറും കൂടിയാണ്. അറിയാത്തവർക്ക് പ്രത്യേകിച്ച്. നമ്മൾ എവിടെയാണ് ചവിട്ടുന്നത് അവിടെയായിരിക്കും തെന്നുന്നത്. പിന്നെ പറയണ്ടല്ലോ, വെള്ളത്തിൻ്റെ കൂടെ അങ്ങ് കല്ലിൻ്റെ മുകളിൽ ഒഴുകി ഒഴുകി പോകേണ്ടി വരും. പണ്ടെല്ലാണെങ്കിൽ ഇതിൻ്റെ മുകളിലിതാ ഇവിടെ ഇരുന്നിട്ട് താഴോട്ട് അങ്ങനെ ഇറങ്ങിപ്പോവും. അന്നേരം പേടിയൊന്നുമില്ല, വേറെ ഒന്ന് ഇറങ്ങുന്നു പോകുന്നു. പക്ഷേ ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. നല്ല അടിയിൽ നിന്ന് കുടിക്കാൻ നല്ല അടിപൊളി രസമാണ്. അപ്പോൾ ഒരു ദിവസം എല്ലാവരും വാ. Hello, you are from where? Bangalore? I am from Erta. അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോഴാണെന്നൊന്ന് മഴ ഉണ്ടായിരുന്നത്, പിന്നെ ഒന്ന് കുറഞ്ഞാണ്. ഇപ്പോൾ അതുപോലെ തന്നെ നല്ല മഴ വരുന്നുണ്ട്. അപ്പം ഞാനും വീഡിയോ എടുത്തുകൊണ്ടിരിക്കാതെ ഇവരുടെ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാൻ പോവാന്ന്. അതുകൊണ്ട് മറ്റൊരു വീഡിയോ വരുമ്പോഴത്തേക്ക് ബായ്. കൂടാതെ ഒരു കാര്യം കൂടി പറയാനില്ലെന്ന് വെച്ചാൽ, നമ്മൾ ആർട്ടിഫിഷ്യലായി ഇതുപോലെയുള്ള പല അമ്യൂസ്മെൻറ്റ് പാർക്കുകളിലെല്ലാം പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ തൊട്ടടുത്ത് ഇത്രയും നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകളും ഇതുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന തോടുകളും കുളങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ വിത്ത് സേഫ്റ്റി നമ്മൾ ഇതൊക്കെ ഒന്ന് ആസ്വദിക്കാൻ ശ്രമിക്കുക ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റുള്ളതിനെ വർണ്ണിക്കാൻ തുടങ്ങും. ഇതുപോലൊരു സ്ഥലത്ത് 1 മണിക്കൂർ നേരം പോയിരുന്നാൽ തന്നെ നമ്മൾ ടെൻഷനിലും എതിലെങ്കിലും പോകും. അത്ര രസമായിരിക്കും, സമയം പോകുന്ന അറിയും. അപ്പോൾ മനോഹരമായ മറ്റൊരു വീഡിയോയുമായിട്ട് ഇനിയും വരുന്നവരേക്കും ബായ്. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കണ്ട. എന്നാലേ നമുക്ക് ഇനിയും വീഡിയോ ചെയ്യാനുള്ളൊരു ആഗ്രഹം അല്ലെങ്കിൽ ത്വരയുണ്ടാവും. അതുകൊണ്ട് ബായ്.